വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം വിദഗ്ധ സംഘം പരിശോധിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ CP രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം തുരങ്ക നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ ഉൾപ്പെടെ പരിശോധിച്ചു. കരാർ കമ്പനിക്ക് പറയാനുള്ള കാര്യങ്ങളും സംഘം കേട്ടു. സമഗ്ര പഠനത്തിന് ശേഷം മാത്രമേ റിപ്പോർട്ട് കൈമാറൂ എന്ന് CP രാജേന്ദ്രൻ പറഞ്ഞു. പുഴയിലെ മാലിന്യം നീക്കേണ്ടത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും വിദഗ്ധ സംഘം പറഞ്ഞു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. ഫൈസൽ, സംഘം അവിടെ സന്ദർശിച്ച ശേഷം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ദിവ്യ, ഇന്ന് ഉച്ചക്ക് 1 മണിയോടെയാണ് കള്ളാടി തുരങ്കപാത പ്രദേശത്ത് ഈ സംഘം എത്തിയത്. CP രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത്. എല്ലാ വാദങ്ങളും പരിഗണിച്ച് നിഗമനത്തിൽ എത്തിച്ചേരുമെന്നാണ് CP രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വേഗത്തിൽ ഇക്കാര്യത്തിൽ നിഗമനത്തിലെത്താൻ സാധിക്കില്ല. 1 മാസമാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. 5 അംഗ സംഘമാണ് എത്തിയത്. വിവിധ വകുപ്പുകളുടെ മേധാവികളാണ് എത്തിയത്. ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മേധാവികളാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഈ പുഴയിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മീഡിയ വൺ ഉൾപ്പെടെ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുഴയിൽ മുകളിൽ നിന്നും ഈ മണ്ണിനൊപ്പം ഒലിച്ചിറങ്ങിയ ആ സിമെന്റ് മിക്സിംഗ് യന്ത്രത്തിന്റെ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ, അതുപോലെ JCBയുടെ തകർന്ന JCB ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ആ പുഴയിലുണ്ട്. അപ്പോൾ ആ പുഴയിലെ മണ്ണ് നീക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുഴയിലെ അവശിഷ്ടങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് കളക്ടറേറ്റും അതുപോലെ ജില്ലാ ഭരണകൂടവുമാണ് എന്നാണ് ഇദ്ദേഹം CP രാജേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സമഗ്ര പഠനത്തിന് ശേഷം മാത്രമേ റിപ്പോർട്ട് കൈമാറുകയുള്ളൂ എന്നുള്ളതാണ്. 1 മാസമാണ് ഇത് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അശാസ്ത്രീയമായ നിർമ്മാണമാണോ നടന്നത് എന്നതിൽ പരിശോധന വേണം. പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ CP രാജേന്ദ്രൻ വ്യക്തമാക്കിയത്.